ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ എപ്പോഴും വിചാരിക്കും വ്ളോഗ് ചെയ്യണമെന്ന്, പക്ഷേ എപ്പോഴും ധൃതി പിടിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ചൊരു മടിയുണ്ട് ഇങ്ങനെ ആൾക്കാരെ മുമ്പിൽ കൂടി വീഡിയോ ഒക്കെ എടുത്ത് പോകാനുള്ള ഒരു ഇത്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്. അപ്പോൾ ഞാൻ മാൽദീവ്സ് എയർപോർട്ടിലാണ്. ഇന്ന് 31 ഏപ്രിൽ ഞാൻ നാട്ടിൽ പോവുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഓർത്തൊരു വ്ളോഗ് എടുക്കാം. ഈ ഒരു ഫുൾ നാട്ടിൽ പോകുന്ന ആ ഒരു ഫുൾ ജേണി ഞാൻ വ്ളോഗായിട്ട് ഇങ്ങനെ കുറച്ച് എടുക്കാമെന്ന് ഓർത്തു. ആൻഡ് ഓൾസോ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തല്ല പോണത്, എൻ്റെ വീട്ടിലല്ല പോണത്. ഞാൻ പോകുന്നത് ഒരു കല്യാണത്തിനാണ്. ഞാൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ പോവാണ്. മലപ്പുറം ജില്ല എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം എവിടെ കിടക്കുന്നു, മലപ്പുറം എവിടെ കിടക്കണം. ബോർഡിംഗ് ടൈമായി. പോട്ടെ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മലപ്പുറത്ത് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മലപ്പുറത്ത് പോവാം. അപ്പോൾ അത് ഞാനൊരു വ്ളോഗ് ആക്കാമെന്ന് ഓർത്തു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ജസ്റ്റ് കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം just landed ബാംഗ്ലൂർ എയർപോർട്ട്. സോ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഇനി ഇവിടുന്ന് എനിക്ക് കോഴിക്കോടത്തേക്കുള്ള ഫ്ലൈറ്റാണ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് പോയി പെട്ടിയെടുക്കുക, ഡൊമസ്റ്റിക്കിൽ പോവുക. യെസ്, തണുത്ത് വിറച്ച് മരങ്ങളടിച്ച് ഭയങ്കര തണുപ്പ്. എൻ്റെ കൈയൊക്കെ വിറച്ചിട്ട് കൈ എനിക്ക്. നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നു. എനിക്ക് ഇവിടെ നിന്ന് ഇനി 9 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. വിശന്നിട്ട് വയ്യ, എൻ്റെ കുടലൊക്കെ കത്തുന്നു. ഫൈനലി ഞാൻ കാലിക്കറ്റ് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. എനിക്ക് വയ്യ, ക്ഷീണിച്ച്, ഫുഡൊന്നും കിട്ടിയില്ല. എനിക്ക് വയ്യ. ഫൈനലി നമ്മൾ ഈ കാലിക്കറ്റ് എയർപോർട്ട് ഭയങ്കര കുഞ്ഞ എയർപോർട്ടാണ്. സോ ഫൈനലി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ വരുന്നത്. ചെറിയ എയർപോർട്ടാണ് കേട്ടോ, കുഞ്ഞ എയർപോർട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് പോലെ ഡൊമസ്റ്റിക്. ആങ്കിൾ ഇവിടെ ഉണ്ടോ? നല്ല ശല്യം, നല്ല മനസ്സ്. പോകുമ്പോഴും കൊണ്ടുവരുന്ന പെട്ടെന്ന് അവിടെ നമ്മൾ സൈഡ് നിർത്തിയിട്ട് അവരെ പിന്നെ ബസ് പോയി കഴിഞ്ഞാൽ കയറ്റി പോകാൻ മതി. അപ്പോൾ പ്രശ്നമില്ല. ട്രിവാൻഡ്രത്തും അങ്ങനത്തെ തന്ന ഫുഡ് കഴിച്ചത് എന്താണെന്ന് നോക്കണമല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ ഞാൻ ഫുഡ് കഴിക്കുന്നവരെയാണല്ലോ ഷൂട്ട് ചെയ്തത്. പിന്നെ റൂം എത്തിയിട്ടൊന്നും ഞാൻ മറന്നുപോയി ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ്. വന്നിട്ട് മുഖം കൂടി കഴിയില്ല.
ഞാൻ ഇപ്പം മലപ്പുറത്ത് മഞ്ചേരിയിലാണുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇന്നലെ വന്നിറങ്ങിയത് കോഴിക്കോട് എയർപോർട്ടെന്ന് പറയുന്നത് കോഴിക്കോടാണെന്നെങ്കിലും ശരിക്കും ഇത് മലപ്പുറം അത്ര, കരിപ്പൂർ എയർപോർട്ട് എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്, എനിക്കറിയില്ല. അപ്പോൾ ഇത് കോഴിക്കോടല്ല, മലപ്പുറം ജില്ലയാണ്, മഞ്ചേരി. അപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൊളീഗും എൻ്റെ ഫ്രണ്ടുമായ ദക്ഷയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണം കൂടെ വന്നതാണ്. അയ്യോ, ഞാൻ രാവിലെ ഒരു 5 മണിയായപ്പം സ്വിച്ച് ഇട്ട പോലെ എണീറ്റു. ഞാൻ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എണീക്കും. എണീറ്റിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുമായിരുന്നു. അതായത് ഇവിടുത്തെ സംഗീത ഫങ്ഷനൊക്കെ ഉള്ള ഡ്രസ്സ് ഞാൻ അവളുടെ വീട്ടിലേക്ക് ഓൺലൈൻ ഓർഡർ ആക്കുക ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി. സത്യം പറയാല്ല, എല്ലാ ഡ്രസ്സും ലൂസാണ്, അവിടെ ഇവിടെയൊക്കെ ലൂസാണ്. ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യാനൊന്നും സമയമില്ല, ഉള്ളതൊക്കെ വെച്ചിട്ടിട്ട് പോകണം. അയ്യോ, ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങിയതാ, കൺമുഖം കൂടി കഴുകിയിട്ടില്ല. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഈ റൂമിൻ്റെ കോല ഞാൻ കാണിച്ചുതരാം. നോക്കൂ, ഫുൾ അലങ്കോലപ്രദമായി കിടക്കുന്നു. ഇതെല്ലാം എൻ്റെ സാധനങ്ങളാണ്, ഞാൻ എല്ലാം ഓർഡറാക്കിയ സാധനങ്ങളാണ്. പാക്ക് ചെയ്ത് വെക്കണം. പെട്ടി ദേ ഇവിടെ ഇരിക്കുന്നു, ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം. ദാറ്റ് ഈസ് മീ. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാവേ. അടിപൊളി വ്യൂ ആട്ടോ ഇതിൻ്റെ പുറത്തുനിന്ന്. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ഇത് കണ്ടിട്ട് എനിക്ക് ഈ പ്രേത സിനിമകളിലൊക്കെ കാണുന്നൊരു വ്യൂ ഇല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. നോക്ക്, ഇതെന്താണ് വലിയൊരു കിണർ പോലത്തെ ഒരു സംഭവം. ഓക്കെ, നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അൺപാക്ക് ചെയ്തിട്ട് ഇതെല്ലാം എൻ്റെ പെട്ടിയിലേക്ക് കയറ്റാം. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്, April 1. കല്യാണം നാളെ 2 April. അപ്പോൾ നാളെ എനിക്ക് കല്യാണം 11 മണിക്ക് എന്താണ് മുഹൂർത്തം. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പടയെന്ന് ഓടണം. സദ്യ കഴിക്കാൻ സമയമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, കാരണം എൻ്റെ ഫ്ലൈറ്റ് 3 മണിക്കാണ്. ഞാൻ ഇങ്ങോട്ട് പോകണമെന്നറിയും, ഷിവാൻഷോ. എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ വരുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ തിരിച്ചു പോകുന്നതാണ്. പക്ഷേ പാവ അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യ, പനിയും തൊണ്ടവേദനയും മൂക്കൊലിപ്പും സൗണ്ടൊക്കെ മാറി. അപ്പോൾ എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ വിഷമായി. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോവാം. ഭയങ്കര പാടായി. മലപ്പുറം എവിടെ കിടക്കണം, ട്രിവാൻഡ്രം എവിടെ കിടക്കണം, എങ്ങനെ പോകാനാ? പക്ഷേ പോകാൻ ഓർത്തു. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് 3 മണിക്കാണ്. ട്രിവാൻഡ്രത്ത് പോകണമെങ്കിൽ ഞാൻ ആദ്യം ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോയിട്ടാണ് എനിക്ക് ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം നിൽക്കും. 3-ാം തീയതി 4-ാം തീയതി ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കും. കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇയറിങ്ങും നെക്ക് പീസും മേടിച്ചായിരുന്നു. ഫ്രം ദ ബ്രാൻഡ് കോൾഡ് ആകൃതി ജ്വല്ലർ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അയ്യോ, ഇതെന്താ, നല്ല പാക്കേജിലൊക്കെ സേഫായിട്ടാണ് വന്നേക്കുന്നത്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ ബ്യൂട്ടി. ഇപ്രാവശ്യം ഞാൻ ജിമിക്ക വേണ്ടാന്ന് വെച്ചു. ഞാൻ എപ്പോഴും ജിമിക്കയിലെടുത്ത്. ഐ വോണ്ട് സംതിങ് വെരി സിമ്പിൾ. ഇപ്രാവശ്യം ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഒരുങ്ങുന്നു. മീൻസ് ഞാൻ ഹെവി എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ മുടിയൊന്നും അങ്ങനെ പൂവൊന്നും വെച്ച് ഭയങ്കര അണിഞ്ഞൊരുങ്ങുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട്. അപ്പോൾ എല്ലാം നല്ല കണ്ടീഷനിലാണ്. താങ്ക്സ് ആകൃതി ജ്വല്ലർ. അയ്യോ, നല്ല കണ്ടീഷനാണ് പറയാൻ വരട്ടെ. എന്താ ഒരു സ്മെല്ല്? നൈസ്. ഫേസ് എല്ലാം കഴുകി പല്ലൊക്കെ തേച്ച് ഇപ്പോഴാണ് സെറ്റായത്. ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു ബ്രാൻഡിൻ്റെ ലിപ്പ് ഓയിലും പിന്നെ വാസ്ലിൻ്റെ ലിപ് ബാമുമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ 1 മന്തായിട്ട് എനിക്ക് ഭയങ്കര ഡ്രൈ ലിപ്സാണ്. എനിക്ക് പൊതുവേ ലിപ്സ് ഡ്രൈ ആകാറില്ല. ഞാൻ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ എൻ്റെ ലിപ്സ് അങ്ങനെ ഡ്രൈ ആവത്തില്ല. ഈ 1 മന്ത് എന്ന് പറയുമ്പോൾ ഞാൻ നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിച്ചൊരു മാസമാണ്. പക്ഷേ സ്റ്റിൽ മൈ ലിപ്സ് ആർ ഗെറ്റിംഗ് സോ ഡ്രൈ. എന്താ കാര്യം എനിക്കറിയില്ല. അപ്പം
ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു സമാധാനം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മോയ്സ്ചറൈസർ സത്യം പറഞ്ഞാൽ എന്നും ഇടാറില്ല. എനിക്ക് ഭയങ്കര ഡ്രൈനെസ് തോന്നുമ്പോൾ മാത്രമേ ഇടുള്ളൂ. കാരണം എനിക്ക് സൺസ്ക്രീനും മോയ്സ്ചറൈസറും എല്ലാം കൂടി ഇടുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഓയിലി ആയതുപോലെ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ സ്കിന്ന് വീണ്ടും ഭയങ്കര ഡ്രൈ ആയി വരുന്നു. അതുകൊണ്ട് ഞാൻ സോ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഞാനിങ്ങനെ കുർത്തയൊക്കെ ഇട്ട് ഒരു ഇന്ത്യൻ സെറ്റപ്പിൽ ഒരുങ്ങിയിരിക്കുന്നത്. സോ അപ്പോൾ ഞാനിപ്പോൾ എന്താ റെഡിയായെന്ന് വെച്ചാൽ, കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ ഇതുവരെയും പോയില്ല. കല്യാണത്തിന് വന്നതാണ്, പക്ഷെ ഞാൻ ഹോട്ടൽ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്. അവർ ഏതൊരു അമ്പലത്തിൽ പോയേക്കാം. അവർ വന്നാലേ പോകാൻ പറ്റൂ. ജസ്റ്റ് രാവിലെ പോയി ഫുഡ് കഴിച്ചിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യാം, ഡാൻസ് ഒരുമിച്ചെന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷെ ഇതിപ്പം കല്യാണത്തിന് വന്നിട്ട് ഇവിടെ വെറുതെ ഇരിപ്പാണ് പരിപാടി. അപ്പോൾ എന്തായാലും എനിക്കിന്ന് വൈകുന്നേരം സംഗീതത്തിനിടാനുള്ള ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ട്. അത് ലൂസാണ് കൈയൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് തപ്പി പിടിച്ചിട്ട് അത് പോകണം. അപ്പോൾ അത് ഞാൻ റെഡി ആയത്. എനിക്ക് ഫോൺ വരുന്നൊരു മിനിറ്റ്. ഇതാണ് കല്യാണ മണ്ഡപം. ഈ കല്യാണ മണ്ഡപം ഓഡിറ്റോറിയത്തിൽ കൂടി തന്നെയാണ് ഞങ്ങൾക്കുള്ള റൂം അറേഞ്ച് ചെയ്തത്. ഇവിടെയാണ് ഹൈദർ പാർക്ക്. അമ്മേ, കുട എടുത്തില്ല. ഞാൻ കുടയില്ലാതെ എങ്ങനെ പോവും? സൺഗ്ലാസും എടുത്തില്ല. മണ്ടി പോയിട്ടെടുക്ക്. ഗ്ലാസ് എടുത്തിട്ട് വരാം. ഗ്ലാസ് ഇല്ലാതെ പോയാലേ എൻ്റെ പണി വാളും. നല്ല കേട്ടോ. അടുത്ത് ഹാളിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ റൂംസ് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം സൗകര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പുറത്ത് പോയിട്ട് മലപ്പുറം മഞ്ചേരിയൊക്കെ ഒന്ന് കാണട്ടെ. പറ്റുവാണെങ്കിൽ ഒരു ഷേക്കും ജ്യൂസൊക്കെ കുടിച്ച് ഒരു മുട്ട പപ്സും കഴിച്ച് അങ്ങ് പോകാം. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. തുണി തയ്ച്ച് കിട്ടി. ഇനി നിശ്ചിത വരും. നിശ്ചിതയുടെ കൂടെ നമ്മൾ ദക്ഷയുടെ വീട്ടിൽ പോകും. ഇതാണ് മഞ്ചേരി. This is our Nishchita's kid. Look, Valerie is so shy. Doctor. This is doctor. ഇവിടെ ടച്ചാ സൈഡിൽ കിട്ടുമോ? ഞാൻ കാണുന്നുണ്ട്. Thank you. You have, but mine and your size will different, na? ഇതാണ് ദക്ഷയുടെ വീട്. Wow, beautiful. Oh, ഇതാണ് സംഗീതിന്റെ സെറ്റപ്പ്. അടിപൊളി. നൈസ്. കല്യാണ പെണ്ണിനെ കാണിച്ചു തരാം. കല്യാണ പെണ്ണ് കുറച്ച് ഹലോ ഹായ് ആൻറ്റി. ഹായ്. This is like what, you know, my Malayaka's son was doing. He was so angry with me. സോ നമുക്ക് ദക്ഷയുടെ വീടൊന്ന് ചുറ്റിക്കാണാം.
നമ്മള് ഫുഡെല്ലാം കഴിച്ചു. ഹേയ് ഊഞ്ഞാൽ. ഓ YouTube channel is just a random video. which one? Heavy. I am not. You're 120. Tell Lara, do I look like 120? No, but you look like 150. Don't lie. Am I that fat? No. Tell. No. Then tell. Actually, you look like I don't know how many kgs you are. That's how. Hey, my yellow is nice with this. Pink also nice. ദക്ഷയുടെ മുത്തശ്ശി നമ്മളെ വീട് കാണാൻ വിളിച്ചു. നമ്മൾ ദക്ഷയുടെ വീട്ടിൽ വന്നേക്കാം. സി ദക്ഷയുടെ മുത്തശ്ശിയുടെ വീട്. ഇത് ദക്ഷയുടെ വീട് ദേ അവിടെ, മുത്തശ്ശി ഇവിടെ. ആരോ എന്നെ നോക്കി വ്ലോഗ് ചെയ്യാൻ പഠിക്കാം. I am doing a YouTube channel too. Better subscribe to me, not to her. She's Okay, too I will old. mention your channel name. What's your channel name? Sena Zone. Sena Zone. Zoon. Yeah, Sena Zone. Hi. Nice. See how good they are. മെഡിക്കൽ ഓഫീസർ എവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ് ഗവൺമെന്റ് സർവീസിലെ ആയുർവേദം Oh, I wish it is ripe. How are you? എത്ര നാൾ വരെ പ്രാക്ടീസ് ചെയ്തു? ഏത് വയസ്സ് വരെ? ഞാൻ 55 വയസ്സ് വരെ 56 ഓ സുന്ദർ. ഇപ്പൊ എത്ര വയസ്സായി ആൻറ്റിക്ക്? 79 വയസ്സിപ്പായി. ഓ 80 വയസ്സ്. Just like a Rocky Mummy. 2002 റിട്ടയർ ചെയ്തത്. 2002 കട്ട് ഷോ. സി തലയിൽ ഇത്തിരി അടിപൊളി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. From where you got this idea, Ara? Ara, from where you got this idea? Internet. Tony and Guy. Oh. Ito. Oh. ഇവർക്കൊക്കെ കൊടുത്തു ഓരോന്ന്. വേണ്ട ഇതാ ഓരോന്ന് വേണ്ട ആൻറ്റി വേണ്ട. ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ. ആ ഒന്ന് മതിയോ? we will share. No, വേണ്ട അച്ഛമ്മ. Hi guys, so I came back to my room from Daksha's place. We had lunch from there. ഇപ്പോൾ സമയം 3:30 ആയി. നമ്മൾ കുറച്ച് ഡാൻസ് ഇപ്പോഴാണെന്ന് ഞാനും നിശ്ചിതയാണ് ഡാൻസ് കളിക്കുന്നത് ഒരുമിച്ച്. അതിന് ദക്ഷ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഡാൻസ് ദക്ഷയും കൂടെ ചേർന്ന് കളിക്കും. ഞാനും നിശ്ചിത ഇതുവരെയ്ക്കും പ്രാക്ടീസ് ചെയ്തില്ല. ഇന്നാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് 5:30 ആകുമ്പോഴത്തേക്കും അവിടെ വൈകുന്നേരത്തെ പരിപാടി തുടങ്ങും. അപ്പോൾ റെഡിയായി പോകണം. സോ റെഡി ആകുമ്പോൾ ഐ വോണ്ട് ടു ഡു എ ഗെറ്റ് റെഡി വിത്ത് മീ. ലെറ്റ്സ് സീ. ഓക്കെ, ബൈ ബൈ. കല്യാണം She studied in Mysore, Amma. ಅವರು ಸರ್ ಮೈಸೂರು ಬರೋಣ. ಹೌದಾ? ಅಂದ ಇನ್ನೊಂದು ಪುಳಿ ಅದೇ നമ്മൾ ദക്ഷയുടെ വീട്ടിലെത്തി. വീഡിയോ എന്തോ കണ്ടു അവിടെ കല്യാണം പെണ്ണ്. ഞാൻ ഓർത്ത് നീ ക്യാമറ സോറി. Where is the check-in? This is the check-in. Oh, ജില്ലായിട്ട് വന്നു.
Andy had. Andy had. Have something. Come.